NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ മുൻമന്ത്രി കെ.ബി. ഗണേഷ് കുമാർ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സുകുമാരൻ നായർക്ക് കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം നൽകാതിരുന്നത് സമയത്തിന്റെ പരിമിതി കൊണ്ടാകുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന ഒരാളെ അവൻ ഇവൻ എന്നൊക്കെ വിളിക്കുന്നത് അന്തസ്സോ തറവാടിത്തമോ അല്ലെന്നും ഗണേഷ് കുമാർ വിമർശിച്ചു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ 25 വർഷത്തിലധികമായി എൻ്റെ ആത്മസുഹൃത്താണ്. പക്ഷേ അദ്ദേഹത്തെ ഇന്ന് ഞാൻ കാണേണ്ടത് മുഖ്യമന്ത്രിയായിട്ട്, എൻ്റെ സുഹൃത്തായിട്ടല്ല, മുഖ്യമന്ത്രിയായിട്ട് കാണുന്നതാണ് മര്യാദയും അന്തസ്സും. അല്ലാതെ അദ്ദേഹം വന്നെൻ്റെ കാര്യം പിടിക്കണം എന്നൊക്കെ പറയുന്നത് ഒരു ശരിയുള്ള കാര്യമല്ല. അദ്ദേഹം മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹം മാനിക്കപ്പെടേണ്ട ആളാണ്. അദ്ദേഹം കൊടുക്കേണ്ട സ്റ്റാറ്റസ്, നമ്മൾ റെസ്പെക്റ്റും നമ്മൾ കൊടുക്കണം. ആരായാലും കൊടുക്കണം, ഞാനായാലും കൊടുക്കണം, വേറെ ആളായാലും കൊടുക്കണം. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിനെയൊന്നും അവനെവനെന്നൊന്നും വിളിക്കാൻ ആർക്കും അധികാരമില്ല. അത് അന്തസ്സല്ല, തറവാടിത്തമല്ല. പിന്നെ എൻ്റെ അഡ്രസ്സ് കളയും എന്ന് പറഞ്ഞാൽ എൻ്റെ അഡ്രസ്സ് ആർ ബാലകൃഷ്ണപിള്ളയുടെ സൺ ഓഫ് ആർ കെ.ബി. ഗണേഷ് കുമാർ, സൺ ഓഫ് ആർ ബാലകൃഷ്ണപിള്ളൈ, വീട് വാളാണ്. ആദ്യം മകനെന്ന നിലയിൽ എൻ്റെ അച്ഛൻ്റെ ഔദാര്യം, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ്. അത് കഴിഞ്ഞാൽ മറ്റെല്ലാം ജനങ്ങളുടെ, കലാകാരൻ എന്ന നിലയിൽ എന്നെ സ്നേഹിച്ച ജനങ്ങളുടെയും രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ എന്നെ സ്നേഹിച്ച അവർക്കാണ് ഈ അധികാരം. ജോയ്മോൻ ജോസാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജോയ്മോനെ, ഇതിപ്പോൾ ഗണേഷ് കുമാറും സുകുമാരൻ നായരും ഇവർ തമ്മിൽ കുറച്ചായി എന്തായാലും സമദൂരത്തിലും ശരിദൂരത്തിലും അല്ല പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം പരാമർശങ്ങളൊക്കെ ഉണ്ട്. ഇന്നെന്തൊക്കെയാണ് ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്? വിവരങ്ങൾ. ശ്യാമലി, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി NSS ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ മുൻ മന്ത്രിയായ കെ.ബി. ഗണേഷ് കുമാറും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് നടത്തിയ പ്രതികരണത്തിലും ജി സുകുമാരൻ നായർക്കെതിരെ ഗണേഷ് കുമാർ ആഞ്ഞടിക്കുന്നത്. ഇതിൽ പ്രധാനമായും മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം ആവശ്യപ്പെട്ട് 2 തവണ സമീപിച്ചിട്ടും സമയം നൽകിയിരുന്നില്ല, അല്ലെങ്കിൽ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം നടന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗത്തിൽ ഈ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഈ മുഖ്യമന്ത്രിക്കെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയുണ്ടായിരുന്നു. അതായത് കൂടിക്കാഴ്ചയ്ക്ക് സമയം ആവശ്യപ്പെട്ടത് സമുദായത്തിന് വേണ്ടിയാണ്, അതാരുടെയും ഔദാര്യമല്ല, മുഖ്യമന്ത്രി അഹങ്കാരി ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ ജി സുകുമാരൻ നായർ നടത്തിയിരുന്നു. ഇതിനൊരു മറുപടി എന്നോണമാണ് ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം പാലിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പദവിക്ക് ഒരു ബഹുമാനം നൽകണം, അദ്ദേഹത്തിന് പ്രോട്ടോകോൾ പ്രകാരമായി അദ്ദേഹം അർഹിക്കുന്ന മാന്യതയും ഒക്കെ നൽകേണ്ടതുണ്ട്. അല്ലാണ്ട് ഒരു മുഖ്യമന്ത്രിയെ അവൻ ഇവൻ എന്നൊക്കെ വിളിക്കുന്നത് തറവാടിത്തമല്ല, അത് ശരിയായ ഒരു നടപടിയല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് അന്തസ്സ് ചേർക്കാത്ത കാര്യമെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പറയുന്ന കാര്യങ്ങളിൽ വി.ഡി. സതീശൻ തൻ്റെയും സുഹൃത്താണ്. പക്ഷേ തന്നെ സുഹൃത്തായതുകൊണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ എടാ പോടാ എന്നും വിളിക്കാൻ സാധിക്കില്ല. മറിച്ച് മുഖ്യമന്ത്രി എന്ന് തന്നെ അഭിസംബോധന ചെയ്യണം. അല്ലാണ്ട് മറിച്ചുള്ള കാര്യങ്ങൾ ചെയ്തത് അന്തസ്സിന് നിരക്കാത്ത കാര്യമെന്നാണ് ഇപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, മുൻപ് പത്തനാപുരം NSS യൂണിറ്റിൽ നിന്ന് ഗണേഷ് കുമാറിനെ പുറത്താക്കുകയും അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അദ്ദേഹത്തിൻ്റെ അംഗത്വം പുതുക്കി നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരു 9 പേർക്കെതിരെ കാലാവധി, NSS ബോർഡിൽ കാലാവധി അവസാനിച്ചിരുന്നെങ്കിൽ അതിൽ 8 പേർക്ക് പുതുക്കി നൽകിയിരുന്നെങ്കിലും ഗണേഷ് കുമാറിന് മാത്രം അംഗത്വം, അല്ലെങ്കിൽ ഈ പുതുക്കി നൽകാൻ NSS ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് അത് പുതുക്കി നൽകിയിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഈ ഗണേഷ് കുമാറിനെതിരെ ഒരു വിമർശനം, അല്ലെങ്കിൽ ഒരു കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യം സുകുമാരൻ നായരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അദ്ദേഹം പറയുന്നത്, അതായത് NSS ജനറൽ സെക്രട്ടറിയെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവർക്ക് അഡ്രസ്സ് ഉണ്ടാകുന്നില്ല എന്നൊരു പരാമർശം അന്ന് ജി സുകുമാരൻ നടത്തിയിരുന്നു. അതിനും ഒരു മറുപടി ഇന്ന് ഗണേഷ് കുമാർ പറയുന്നുണ്ട്. അതായത് തൻ്റെ മേൽവിലാസം എന്ന് പറയുന്നത് തനിക്ക് 3 മേൽവിലാസങ്ങളുണ്ട്. അതായത് തൻ്റെ പിതാവ് ബാലകൃഷ്ണപിള്ളയുടെ മകൻ എന്ന നിലയ്ക്ക് ഒരു മേൽവിലാസം, അതുകൂടാതെ കലാകാരൻ എന്ന നിലയ്ക്കും അതുപോലെ തന്നെ 25 വർഷമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന തനിക്ക് അങ്ങനെയും ഒരു മേൽവിലാസമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തൻ്റെ അഡ്രസ്സിലാതാക്കാൻ NSSനോ അല്ലെങ്കിൽ ജനറൽ സുകുമാരൻ നായർക്കോ കഴിയില്ല എന്നൊരു വിമർശനം കൂടിയാണ് ഇന്ന് ഗണേഷ് കുമാർ ഉന്നയിക്കുന്നത്. ശ്യാമിലി.